ഇന്ന് നമ്മുടെ കോളേജുകളും സ്കൂളുകളും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നു? ലഹരി മാഫിയയും അതോടൊപ്പം തന്നെ അരാഷ്ട്രീയവാദവും ഒക്കെ തന്നെ പിടിമുറുക്കിയിരിക്കുന്നു. ഒരു സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത, സമൂഹത്തെ സ്നേഹിക്കാത്ത, സഹജീവിയെ സ്നേഹിക്കാത്ത, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, സഹജീവിയുടെ പ്രശ്നത്തോടൊപ്പം നിൽക്കാത്ത ഒരു സമൂഹം വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ സമൂഹത്തിൽ വളർന്നു പോയിരിക്കുന്നു. മാനസികാരോഗ്യം സംബന്ധിച്ചുള്ള ഒരു ശാസ്ത്രീയമായ ഡേറ്റ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമസ്കാരം സർ. നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ചർച്ച വേണ്ടി പോകുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ്. ഇപ്പം ഓരോ ദിവസം ചെല്ലും തോറും കുറ്റങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടു, കൊല്ലത്ത് ഒരു യുവാവിനെ വീട്ടിൽ കയറി ഒരാൾ കൊല്ലുകയും പിന്നീട് അയാൾ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ സമൂഹം ഇത്രത്തോളം അധപതിച്ചു പോയത്? നമ്മുടെ സമൂഹത്തിൽ ഓരോ ദിവസവും നമ്മൾ ഞെട്ടലോടുകൂടിയാണ് ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് എന്ത് ചെയ്യുന്നു, പണ്ടും ഈ പറഞ്ഞ പോലെ അക്രമ സംഭവങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ചെറിയ ചെറിയ സംഘർഷങ്ങളുമൊക്കെ നമ്മുടെ ഈ കേരളീയ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇല്ല എന്നൊന്നും നമ്മൾ അതിനെ ഒഴിച്ചു നിർത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു തലം മാറിയിരിക്കുന്നു. ഇന്ന് എന്ത് ചെയ്യുന്നു, ക്രൂരമായിട്ടുള്ള, എത്രമാത്രം ബ്രൂട്ടനാവാമോ അത്രമാത്രം ബ്രൂട്ടനായിട്ടുള്ള അക്രമങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ കേരളത്തിൻ്റെ ഓരോരോ ഭാഗത്തു നിന്നും എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ കൊല്ലത്തുണ്ടായ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ കൊല്ലപ്പെടുന്നവരെല്ലാം തന്നെ എന്താണ്, നിരപരാധികളെയാണ് എന്ത് ചെയ്യുന്നത്, കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി എന്ത് ചെയ്യുന്നു, ആക്രമിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പല പല കാരണങ്ങൾ എന്ത് ചെയ്യുന്നു, കണ്ടെത്തിക്കൊണ്ട് അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നം, അല്ലെങ്കിൽ മാനസിക പ്രശ്നം, ലഹരി മൂലമുള്ള പ്രശ്നം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോരോ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ അവരെന്ത് ചെയ്യുന്നു, ഓരോരുത്തർ അക്രമികളായി മാറിക്കൊണ്ട് അവരങ്ങ് അഴിഞ്ഞാടുന്ന ഒരു സമീപനമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവനും സ്വത്തിനും യാതൊരു വിധമായ വിലയുമില്ലാത്ത ഒരു സമൂഹമായി മാറിയിരിക്കുന്നു. നമ്മുടെ ഭരണഘടന നമുക്ക് ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം നൽകാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനും സ്റ്റേറ്റിനുമുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, നിരപരാധികളാണ് ഓരോ ദിവസവും. ഇപ്പോൾ വെഞ്ഞാറമൂട്ടിൽ കൊല്ലപ്പെട്ട ഈ പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുന്നു, ആ വീട്ടിലെയും അവൻ്റെ സമീപ വീടുകളിലുള്ള അവരുടെ ബന്ധുക്കളെയും എന്ത് ചെയ്യുന്നു, 5 പേരെയാണ് കൊലപ്പെടുത്തിയത്. അതിന് തൊട്ട് മുൻപാണ് ഈ പറയുന്ന പോലെ ചെന്താമര എന്ന ക്രിമിനൽ ഈ പറയുന്ന പാലക്കാട് ജില്ലയിൽ ക്രൂരമായിട്ട് അഴിഞ്ഞാടിയത്. തൃശ്ശൂർ ജില്ലയിൽ അയൽത്തർക്കത്തിൻ്റെ പേരിൽ ഒരു വീട്ടിലെ 4 or 5 പേരെ എന്ത് ചെയ്യുന്നു, ഒരാൾ പോയി കൊലപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ ഇന്നലെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, യാതൊരു വിധവുമില്ലാതെ അയാളുടെ സഹോദരിയുമായിട്ടുണ്ടായ മറ്റെന്തോ ഈ പറഞ്ഞ പോലെ വിവാഹ സംബന്ധമായ ഒരു തർക്കത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും ആ സഹോദരനായിട്ടുള്ള ആളിനെ എന്ത് ചെയ്യുന്നു, കുത്തി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനുശേഷം അയാൾ പോയി ജീവൻ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ ബ്രൂട്ടലായിട്ടുള്ള കേസുകളാണ് ഓരോ ദിവസവും നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം നമ്മുടെ എക്സൈസ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും മറ്റ് സംവിധാനങ്ങളൊക്കെയും ഇത്രത്തോളം നിയമ നടപടികളെല്ലാം കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും ഈ കുറ്റകൃത്യങ്ങൾ കുറയുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? കുറ്റകൃത്യങ്ങളുടെ തോത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബ്രൂട്ടൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഏജ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ യുവാക്കളാണ് ഒന്നുകിൽ എന്ത് ചെയ്യപ്പെടുന്നത്, പ്രതിസ്ഥാനത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്നത്. കാരണം നമ്മുടെ മാനസികമായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആരോഗ്യം ഇന്ന് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ അളവുകോൽ നിർവഹിക്കുവാനോ അതല്ലെങ്കിൽ ഓരോരുത്തരുടെയും മാനസിക നില പരിശോധിക്കുവാനോ യാതൊരു വിധമായ സമൂഹവും അല്ലെങ്കിൽ യാതൊരു വിധമായ സാങ്കേതിക വിദ്യകളും ഇല്ലാത്തൊരവസ്ഥയാണ്. നേരത്തെ ആണെങ്കിൽ എന്താണ്, ഒരു ആളിനെ മാനസികമായിട്ടുള്ള അയാളുടെ വൈകല്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അയാളെ ഈ പറയുന്ന രീതിയിൽ അയാളുടെ അവസ്ഥയെക്കുറിച്ച് കുടുംബത്തിൽ എന്ത് ചെയ്യാമായിരുന്നു, ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ മാനസികാരോഗ്യം ഈ പറയുന്ന എന്ത് ചെയ്യാമായിരുന്നു, നിരീക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ പലപ്പോഴും ശിഥിലമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, പല കാരണങ്ങൾ കൊണ്ടും എന്ത് ചെയ്യുന്നു, കുടുംബത്തിൽ തന്നെ അസ്വസ്ഥതകളുടെ ഒരു പേമാരി തന്നെയാവുകയും അവിടെ നിന്നും അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നും യാതൊരു വിധമായ മാനസികമായിട്ടുള്ള ആരോഗ്യം ഇന്ന് യുവതലമുറയ്ക്ക് ലഭിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു. തൊട്ടടുത്തുള്ള ഒരു പ്രദേശമായിരുന്നു നമ്മുടെ സ്കൂളുകളും നമ്മുടെ കോളേജുകളും എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ കോളേജുകളും സ്കൂളുകളും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നു, ലഹരി മാഫിയയും അതോടൊപ്പം തന്നെ അരാഷ്ട്രീയവാദവും ഒക്കെ തന്നെ പിടിമുറുക്കിയിരിക്കുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ഒരേ സഹപാഠിയുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ സഹപാഠിയുടെ പ്രശ്നങ്ങളൊക്കെ പരസ്പരം ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു. അങ്ങനെ ഒരു വേദി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ലഭിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ ഇന്നത്തെ സമൂഹം സങ്കുചിതമായിട്ടുള്ള ഒരു ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒറ്റപ്പെട്ട രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു, അവർ എത്തിച്ചേരുന്ന ഒരു മനോഭാവത്തിലേക്ക് എത്തുന്നു. പിന്നീടുള്ള നമ്മുടെ സമൂഹം, ഇന്ന് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആരും തമ്മിൽ പരസ്പരം അറിയാത്ത, അല്ലെങ്കിൽ പണ്ടൊരു സമൂഹം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന ക്ലബ്ബുകൾ, വായനശാലകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന കളിക്കളങ്ങൾ, അങ്ങനെ പല പല മേഖലകളിൽ സമൂഹത്തിലുള്ള ആളുകൾക്ക് ഒത്തുചേരുവാനും അവരുടെ ദുഃഖ മനോഭാവങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്യാനുള്ള വേദികളുണ്ടായിരുന്നു. ഇന്നെന്തില്ല,
ഈ ഒരു വേദികളും ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ല. എല്ലാം തന്നെ എന്ത് ചെയ്യപ്പെടുന്നു, അടച്ചിട്ടപ്പെടുന്ന ഒരു മുറിക്കുള്ളിലേക്ക്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അവൻ്റെ ഒരു ബെഡ്റൂമിലേക്ക്, അതല്ലെങ്കിൽ അയാളുടെ ഒരു ഈ പറയുന്ന ഒരു ഇരുണ്ട മുറിയിലേക്ക് എന്ത് ചെയ്യുന്നു, അവൻ്റെ മാനസിക നിലയും അവൻ്റെ ഈ പറയുന്ന പ്രശ്നങ്ങളും, അല്ലെങ്കിൽ അവൻ അനുഭവിക്കേണ്ടി വരുന്ന സമൂഹത്തിലുള്ള അവന് നേരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഒതുക്കപ്പെടുന്ന അല്ലെങ്കിൽ തളച്ചിടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, ഒരു വയലൻ്റായി ഒരു സമൂഹത്തിനെതിരെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇതിനൊക്കെ കാരണക്കാർക്കെതിരെ ആയുധം എടുത്തുകൊണ്ട് പോയി അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു. അതിനുശേഷം അവൻ സ്വയം ജീവനൊടുക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കൂളായിട്ട് എന്ത് ചെയ്യുന്നു, ജയിലിലേക്ക് കൈയും വീശി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് വളരെ ഗൗരവത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, കാണപ്പെടേണ്ടത്. കാരണം ഇത് ഇനിയും നമ്മൾ ഇതിനൊരു തടയിട്ടില്ല എങ്കിൽ നമുക്ക് ഒരാൾക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, സുരക്ഷിതമായിട്ട് റോഡിലൂടെയും അല്ലെങ്കിൽ ഈ പറയുന്ന വീടുകളിലും ഇരിക്കാൻ കഴിയില്ല. കാരണം 90 വയസ്സുള്ള ഈ പറയുന്ന അർഫാൻ്റെ മുത്തശ്ശിക്ക് പോലും എന്ത് ചെയ്യപ്പെടുന്നു, കൊല്ലപ്പെടുന്ന നാടായി നമ്മൾ മാറിയിരിക്കുന്നു. കൊച്ചു കുട്ടികൾ മുതൽ 90 വയസ്സുള്ള പ്രായമായവരെ വരെ എന്ത് ചെയ്യുന്നു, പോയി കൊലപ്പെടുത്തുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ മാനസിക വൈകല്യം എത്ര മാത്രമാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇപ്പം സാറ് പറഞ്ഞു ഏറ്റവും കൂടുതൽ നമ്മൾ ആ ഒരു ലിസ്റ്റ് എടുത്താൽ തന്നെ അറിയാം, യുവാക്കൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ് കൂടുതലും ഇങ്ങനെയുള്ള തെറ്റുകളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കും? തീർച്ചയായിട്ടും ഈ പറയുന്ന വിദ്യാഭ്യാസ സംവിധാനത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ഒരു മാർക്ക് നേടുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ്, ഒരു വലിയ സ്ഥാനത്തേക്ക് പഠിപ്പിക്കുക എന്നുള്ള മാത്രമായി നമ്മുടെ വിദ്യാഭ്യാസം ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പണ്ടുകാലത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അയാളുടെ ഒരു വ്യക്തിയെ നിർമ്മിക്കുന്നത് മുതൽ ആ വ്യക്തിയുടെ എല്ലാ തരത്തിലുള്ള ഇടപെടലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന കാലത്ത് ഈ പറയുന്ന നമ്മുടെ കലാലയങ്ങളായാലും നമ്മുടെ സ്കൂളുകളും ഒക്കെ തന്നെ സാംസ്കാരിക ഈ പറഞ്ഞ കായിക എല്ലാ കാര്യങ്ങൾക്കും എന്തായിരുന്നു, ഒരാളെ തയ്യാറെടുക്കുന്ന തരത്തിലേക്ക് എത്തിച്ചിരുന്നു. ഇന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നു, കേവലം എന്ത് ചെയ്യുന്നു, ഇതിനൊന്നും യാതൊരു വിധമായ സമയം നമുക്ക് മലയാളികൾക്ക് ഇല്ലാതെ വരികയും അയാളെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ എങ്ങനെയും ഒരു പാഠപുസ്തകത്തിൻ്റെ പുഴുവാക്കി മാറ്റി, അല്ലെങ്കിൽ എങ്ങനെയും പരീക്ഷയിൽ പാസ്സായിപ്പിക്കണം, എങ്ങനെയും ഒരു ജോലി സമ്പാദിപ്പിക്കണം, എങ്ങനെയും എന്ത് ചെയ്യുന്നു, ഒരു ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് നമ്മുടെ സമൂഹം അവരെ എന്ത് ചെയ്യുന്നു, കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ സാഹചര്യത്തിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ അവർക്കത് താങ്ങാതാവുന്നതും അവരെന്ത് ചെയ്യുന്നു, അവനെതിരെ എന്ത് ചെയ്യപ്പെടുന്നു, അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, ആയുധം എടുക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ജീവൻ അവസാനിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഒരു സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത, സമൂഹത്തെ സ്നേഹിക്കാത്ത, സഹജീവിയെ സ്നേഹിക്കാത്ത, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, സഹജീവിയുടെ പ്രശ്നത്തോടൊപ്പം നിൽക്കാത്ത ഒരു സമൂഹം വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ സമൂഹത്തിൽ വളർന്നു പോയിരിക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ എന്താണ്, അതായത് നമ്മളിപ്പോൾ അടിയന്തരമായിട്ട് നമ്മുടെ ഈ ഗവൺമെൻറ്റുകൾ ചെയ്യേണ്ടത് ഈ പറയുന്ന ഓരോ ആളുകളെ നമ്മൾ നിരീക്ഷിക്കണം. അതായത് എത്ര വീടുകളിൽ, എത്ര അകത്തളങ്ങളിൽ ഇത്തരത്തിലുള്ള കുട്ടി ക്രിമിനലുകളും, അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള പൈശാചികമായിട്ടുള്ള മനോഭാവമുള്ള, ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള, അല്ലെങ്കിൽ സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്ത, ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന, ലഹരി ഉപയോഗപ്പെടുത്തി സഹജീവിയെ കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള എന്താണ് പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം പല ആളുകളെ സംബന്ധിച്ചിടത്തോളം, പല വീടുകളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ളവർക്ക് യാതൊരു വിവരവുമില്ല. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരൊക്കെ വീടുകളിൽ എന്താണ് അവരുടെ പരിപാടി, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള അകത്തടിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന മുറി അടച്ചിരിക്കുന്ന ആളുകളുടെ മുറിയിലേക്ക് കടന്നു ചെല്ലണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന സമൂഹത്തിലുള്ള ആ സാമൂഹ്യ പ്രവർത്തകരെയും അല്ലെങ്കിൽ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളെ എന്ത് ചെയ്യണം, കാര്യങ്ങൾ വിവരം അറിയിപ്പിക്കണം. കാര്യം നമ്മുടെയൊക്കെ ഒരു മനോഭാവം നാണക്കേട്, അതായത് ഈ പറയുന്ന ദുരഭിമാനം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, തൻ്റെ മകൻ ഇങ്ങനെ ആണ്, അല്ലെങ്കിൽ തൻ്റെ മകൻ ലഹരി ഉപയോഗിക്കുന്നു, തൻ്റെ മകൻ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഒരു ഡിപ്രഷൻ മോഡിലേക്ക് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ തൻ്റെ മകൾ എന്ത് ചെയ്യുന്നു, എപ്പോഴും വാതിലടച്ചിട്ടിരിക്കുകയാണ്. ഇത് പറയാൻ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സാമൂഹ്യ ആഘാതം, അല്ലെങ്കിൽ ഈ പറയുന്ന സമൂഹത്തിൽ അവരുടെ പേര് അല്ലെങ്കിൽ ദുഷ്പേരുണ്ടാകുമോ എന്ന് ഭയന്ന് എന്ത് ചെയ്യുന്നില്ല, രക്ഷിതാക്കൾ പറയുന്നില്ല. ഇത് രക്ഷിതാക്കൾക്കാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ കഴിയുന്നത്, രക്ഷിതാക്കൾക്കാണ്. കാരണം രക്ഷിതാക്കളാണ് എന്ത് ചെയ്യുന്നത്, ഈ കുട്ടികളെ എന്ത് ചെയ്യുന്നത്, നേരിട്ട് കാണുന്നത്. അല്ലെങ്കിൽ രക്ഷിതാക്കളാണ് ഈ കുട്ടികളുടെ മൂവ്മെൻറ്റുകൾ കാണുന്നത്. രക്ഷിതാക്കളാണ് അവരുടെ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതാതു തലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരാണ് ഇതിൻ്റെ ഫസ്റ്റ് റിപ്പോർട്ടിംഗ് ആവേണ്ടത്. അവരാ കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഈ പറയുന്ന പലപ്പോഴും അറിയാം. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ കണ്ടു, ഒരു ഈ പറയുന്ന രക്ഷിതാവിനെ തന്നെ എന്ത് ചെയ്യുന്നു, മന്ത്രവാദത്തിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തുന്ന കാഴ്ച കണ്ടു, പിതാവിനെ കൊലപ്പെടുത്തുന്ന കാഴ്ച കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള കൊലപാതകങ്ങൾ, അതായത് സമൂഹത്തിന് നേരെ, അല്ലെങ്കിൽ ഈ പറയുന്ന സഹജീവികൾക്ക് നേരെ, അല്ലെങ്കിൽ ഈ പറയുന്ന സഹോദരന്മാർക്ക് നേരെ കൊലപാതകത്തിന് പ്ലാൻ ചെയ്യുന്നവർ ഇതേ വീട്ടിലുള്ളവരെ കൊലപ്പെടുത്തില്ല എന്നെന്തില്ല, ഒരു ഉറപ്പുമില്ല. അതാണ് ഓരോ ദിവസത്തെയും സംഭവങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ വീടിൻ്റെ അകത്തളങ്ങളിൽ എന്ത് ചെയ്യുന്ന, തളയ്ക്കപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ വീടിൻ്റെ അകത്തളങ്ങളിൽ എന്ത് ചെയ്യുന്നു, സമൂഹവുമായി ബന്ധമില്ലാതെ ഇരിക്കുന്ന ആളുകളെ നിരീക്ഷിക്കാനുള്ള ഒരു അടിയന്തര സംവിധാനം എന്ത് ചെയ്യണം,
സർക്കാർ ആരംഭിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലാതെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും, അതായത് നമുക്കറിയാം രോഗികളെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കണക്കെടുക്കുന്ന ഉണ്ട്, അല്ലെങ്കിൽ സെൻസസ് എടുത്ത് ജനസംഖ്യയുടെ ആനുപാതികം കണക്കെടുക്കുന്നുണ്ട്, തൊഴിലില്ലാത്തവരുടെ നമ്മൾ റേഷ്യോ എടുക്കുന്നുണ്ട്. മാനസിക ആരോഗ്യം സംബന്ധിച്ചുള്ള ഒരു ശാസ്ത്രീയമായ ഡേറ്റ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മാനസിക ആഘാതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചോ അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനസിക രോഗികൾ എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള തലയ്ക്ക് സ്ഥിരതയില്ലായ്മയാണ് നമ്മൾ മാനസിക രോഗം എന്ന ഒരു തലത്തിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല മാനസിക രോഗം എന്ന് പറയുന്നത്. അതായത് ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റിയോടുകൂടി അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ മെൻറ്റാലിറ്റിയോടുകൂടി ഇരിക്കുന്ന ആളുകളെ കണ്ടെത്താനുള്ള അടിയന്തര ശ്രമം ഗവൺമെൻറ്റുകൾ നടത്തേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഇത്രത്തോളം സംസാരിച്ചതിന് താങ്ക് യു സോ മച്ച്.